വിശ്വപൗരനും തിരുവനന്തപുരത്തിൻ്റെ എംപിയുമായ ഡോക്ടർ ശശി തരൂർ പാർട്ടിക്ക് വഴങ്ങി പ്രവർത്തിക്കണം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രവർത്തക സമിതി എന്ത് നിർദ്ദേശിച്ചോ അതിനനുസരിച്ച് കാര്യങ്ങൾ പറയണം, പ്രവർത്തിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പഹൽഗാമിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ശശി തരൂർ നിരന്തരം നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തുന്നു. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. തരൂരിനെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കുമോ? കേട്ടിട്ട് വലിയ തമാശ തോന്നുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തരുത് ശശി തരൂർ എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്നത് പോലുള്ള മറുപടികൾ പറയണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മണ്ടത്തരങ്ങൾ ഞാൻ അത്രയും പറയുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല, യുക്തിരഹിതമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. യുക്തിസഹമായിട്ട് യുക്തിഭദ്രമായിട്ട് ഒന്നും പറഞ്ഞുകൂടാ എന്നതിൻ്റെ ശാസനത്തിൻ്റെ. അത് മാത്രമാണോ സാർ രാജ്യ സ്നേഹം തുളുമ്പുന്ന, രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാക്ക് പോലും പറയരുതെന്ന് കൂടി അതിന് അങ്ങനെ ഒരു അർത്ഥമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നഗര നക്സലൈറ്റുകളുടെ ആ പതിവ് ശീലത്തിൻ്റെ ഒരു അനുരണനം അതിൽ നമുക്ക് കാണാൻ കഴിയും. അത് കാണാം, എത്രയോ നാളായിട്ട് നമ്മൾ കാണുന്നു. ആ 2010 ചൈനയിൽ പോയിട്ട് കരാർ ചൈനയുമായിട്ട് ഒപ്പിട്ടിട്ട് അതിൻ്റെ രഹസ്യം ഇതുവരെ ഈ നാടിനോട് വെളിപ്പെടുത്താത്ത, ദേശസ്നേഹ പ്രചോദിതമായി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡിനെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാത്ത ദുരൂഹമായ സാഹചര്യത്തിൽ യങ് ഇന്ത്യ എന്നൊരു സ്ഥാപനത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കുടുംബത്തിന് അടിയറവ് വെച്ച നമ്മുടെ ഇവിടുത്തെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ സ്വത്തും രാജ്യവുമെല്ലാം ശ്രീപത്മനാഭൻ അടിയറ വയ്ക്കുകയായിരുന്നെങ്കിൽ, ആ തൃപ്പടിദാനമായിട്ട് അടിയറ വെച്ചുവെങ്കിൽ ഇത് മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ, നെഹ്റുവിൻ്റെ കാലം മുഴുവൻ സ്വരുക്കൂട്ടിയ പത്രത്തിൻ്റെ ആസ്തി, ക്യാപിറ്റൽ, മൂലധനം, അതുപോലെ തന്നെ ലാഭം, ഇതെല്ലാം കൂടി നെഹ്റു കുടുംബത്തിന് അടിയറ വെച്ചു, തൃപ്പടിദാനം ചെയ്തു. ചെറിയ തുകയല്ല, 2000 കോടി രൂപയുടെ 2000 കോടി. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന ഒരു മനീഷിയില്ലായിരുന്നുവെങ്കിൽ ഇത് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് അടിഞ്ഞു പോകുമായിരുന്നു. ഈ കാര്യം നമ്മൾ ഓർക്കണം. എന്ത് രാജ്യസ്നേഹമാണ്! ചൈനയോട് ഐക്യം കാണിക്കുന്നവർ, പാകിസ്ഥാനോട് ഐക്യം കാണിക്കുന്നവർ, ഭീകരവാദികൾ നിരപരാധികളാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ദേശസ്നേഹമാണ്! അവരിൽ നിന്ന് എന്ത് ദേശസ്നേഹമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒന്നുമില്ല. ഈ ദേശമേ ഇല്ലെന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഈസ് നോട്ട് എ നേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൺലി എ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഏത് തരത്തിലാണ്, ഏത് ഭീകരനേക്കാളിലും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മനുഷ്യൻ്റെ വാക്കുകൾ മാത്രമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. അതിലേക്ക് നമുക്കിപ്പോൾ പോകേണ്ട. ഇപ്പം നമുക്ക് ശശി തരൂറാണ് വിഷയം. ശശി തരൂരിലേക്ക് വന്നാൽ, വളരെ യുക്തിസഹമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ, അപഗ്രഥനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കിട്ടിയ ബഹുമതിയാണ് കോൺഗ്രസ്സിലെ ഉയർന്ന സ്ഥാനമാനം. ഇത് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് അപേക്ഷ അയച്ചിട്ട് കിട്ടിയതല്ല. അദ്ദേഹത്തെ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ വേണ്ടി ക്ഷണിച്ചു, ആനയിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ യുക്തി സഹമായിട്ടുള്ള പരാമർശങ്ങൾ കണ്ടുകൊണ്ട്, നെഹ്റുവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള പരാമർശങ്ങളെ കൊണ്ട് ഒന്നോർക്കണം. എഡ്വിന മൗണ്ടനും അതുപോലെ തന്നെ നെഹ്റുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിരുന്നു. അത്തരം ബന്ധം ധാരാളം സ്ത്രീകളുമായിട്ട് നെഹ്റു സൂക്ഷിച്ചിരുന്നു എന്നതും അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരിലാണ് സോണിയാഗാന്ധി ഇദ്ദേഹത്തെ തൻ്റെ കൂടെ കൂട്ടിയത്. ഇനി അതുപോലുള്ള രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതെന്നുള്ളത് എനിക്കറിയില്ല, അവർക്ക് മാത്രമേ അറിയൂ. എന്തായാലും വളരെ യുക്തിഭദ്രമായിട്ട് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറിക്കൊണ്ടോ, സാമ്പത്തികമായിട്ട് നമ്മൾ 5ാം സ്ഥാനത്താണെങ്കിൽ യുദ്ധതന്ത്രപരമായിട്ടൊരു പക്ഷേ 1ാം സ്ഥാനത്തേക്ക് കടന്നു കയറിയ നിമിഷങ്ങളാണ് ഈ മാസത്തിലെ 3 ദിവസങ്ങളിൽ കടന്നുപോയത്. 7, 8, 9 പിന്നെ 10 കൂടി. 10-ാം തീയതിയാണ് പാകിസ്ഥാൻ്റെ നട്ടല്ലൊടിക്കുന്ന പ്രഹരം നമ്മൾ ഒരു പകൽ കൊണ്ട് ചെയ്തു തീർത്തത്. അതോടുകൂടിയാണ് അവരടിയറവ് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ യുദ്ധം ഞങ്ങൾക്ക് നാശമുണ്ടാക്കുന്നു, ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞത്. അത് കണ്ടുകൊണ്ട്, അത് മുന്നേ കൂട്ടി കണ്ട ഒരു വിദഗ്ധൻ അവിടെ ഇരുന്നുകൊണ്ട്, അമേരിക്കയിലിരുന്നുകൊണ്ട് ഇതിൻ്റെ ആൾ ഞമ്മള എന്ന് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തെ നിർദോഷമായിട്ടുള്ള ഒരു വചനമായിട്ട് അതിനെ അങ്ങ്
ഒരു തമാശയായിട്ട് അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളയേണ്ടതേ ഉള്ളൂ. അങ്ങനൊന്നും സംഭവിച്ചെന്ന് പാകിസ്ഥാൻ വരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യ പറഞ്ഞത്, നരേന്ദ്രമോദി പറഞ്ഞതും അതുപോലെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതും ഇന്നുവരെ ആരാലും നിഷേധിക്കാൻ കഴിയാത്ത സത്യങ്ങളുമാണ്. അതങ്ങനെ തന്നെ അവശേഷിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെ ചൊറിഞ്ഞിട്ട് ഇനി പാർലമെൻറ്റിൽ ഒരു ബഹളം ഉണ്ടാക്കി മോഡിയുടെ ഈ കാര്യത്തിലുണ്ടായിട്ടുള്ള ക്രെഡിറ്റ് അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശശി തരൂരെ താങ്കൾ സത്യം പറയരുതേ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം. കള്ളം പറഞ്ഞ് ഇതുപോലുള്ള നുണകൾ പറഞ്ഞ് നറേറ്റീവുകൾ സൃഷ്ടിച്ച് ടൂൾ കിറ്റ് ഉണ്ടാക്കി ക്യാപ്സ്യൂളുകൾ പുറത്തു വിട്ടുകൊണ്ട് ഈ രാജ്യത്തെ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ ശ്വാസം മുട്ടിപ്പിക്കണമെന്നുള്ള വികാരമാണ് ബ്രിട്ടാസ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകളുടെ. നിങ്ങൾ പണ്ടും ഇതുപോലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ ശ്രമങ്ങൾക്ക് അതീതനായിട്ടുള്ള, നേരിട്ട് കൊണ്ടും കൊടുത്തും മുന്നേറിയിട്ടുള്ള ഒരാളാണ്. പാകിസ്ഥാനെ ചൈനയുടെയും തുർക്കിയുടെയും എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ പോലും പരോക്ഷമായ സഹായം ഉണ്ടായിരുന്ന പാകിസ്ഥാനെ 3 ദിവസം കൊണ്ട്, നിങ്ങളുടെ അമ്മുമ്മ അതിന് നേരിട്ടത് 18 ദിവസം കൊണ്ടാണെങ്കിൽ ഇതാ ഈ മഹാത്മാവായ മനുഷ്യൻ 3 ദിവസം കൊണ്ട് നേരിട്ട് കൊണ്ട് ഇന്ത്യയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തുന്ന കാഴ്ച കണ്ടിട്ട് സഹിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്ക്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാക്ക് പറയുന്നത് സഹിക്കാൻ ശീലമില്ലാത്ത ഇയാളാണ് ഈ രാജ്യത്തിന് സഹിഷ്ണുത ഉണ്ടാവണമെന്ന് പറയുന്നത്. അതേസമയം അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഭാരതപുത്രൻ, ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിച്ചപ്പോൾ, അവരുടെ 99,000 സൈനികർ കീഴടങ്ങിയപ്പോൾ, സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് കരാർ ഒപ്പിടുന്നതിനും അതിൽ മഷി പുരളുന്നതിന് തൊട്ടുമുമ്പ് വിശേഷിപ്പിച്ചു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ദുർഗയാണെന്ന് പറഞ്ഞു വിശേഷിപ്പിച്ചു, പ്രശംസിച്ചു. ഒരു BJP-കാരനും എതിർത്തൊന്നും പറഞ്ഞിട്ടുമില്ല. അതാണ് രാജ്യത്തിൻ്റെ നേട്ടമാണ് സംസ്കാരം, ദേശസ്നേഹത്തിൻ്റെ സംസ്കാരം. അത്തരം ഒരു സംസ്കാരമുള്ള ആളല്ല രാഹുൽ ഗാന്ധി എന്നേ നമുക്കിതിൽ കൂടി ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുള്ളൂ. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് മയക്കുമരുന്ന് കാർട്ടലുകളുടെ ബന്ധം, ചൈനീസ് നക്സലിസത്തിൻ്റെ ബന്ധം, നഗര നക്സലിസത്തിൻ്റെ ബന്ധം, വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന അരാജകവാദികളുടെ സംസ്കാരം, അതെല്ലാം ഉൾച്ചേർന്ന് വെറും ഒരു പപ്പുവെന്നോ പൊട്ടനെന്നോ പറയാൻ പറ്റുകയില്ല. ഒരു ദേശദ്രോഹി എന്ന് മാത്രമേ ഇനി നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് ഊഹിക്കാൻ കഴിയൂ. വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ട് ശശി തരൂർ പറഞ്ഞ നിഷ്കളങ്കമായ വാക്കുകൾ തള്ളിക്കളഞ്ഞു. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് ഇത്രയും മഹാനായിട്ടുള്ള ഒരു വിശ്വപൗരൻ്റെ 18 ഭാഷകൾ സ്വന്തമാക്കിയിട്ടുള്ള നിരവധി പുസ്തകങ്ങളുടെ ഒരു ലോകത്തിന് വിവരം നൽകിയ ഒരു മനുഷ്യൻ്റെ ഈ വിവരമില്ലാത്ത പയ്യൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പിടഞ്ഞിട്ടുണ്ടാവണം. ഇനി അധിക കാലം കോൺഗ്രസിൻ്റെ തടങ്കൽ പാളയത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റു പോംവഴികൾ അദ്ദേഹം നേടും. വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കണം. അമേരിക്കയുടെ, ടർക്കിയുടെ, അസർബൈജാൻ്റെ ഒക്കെ കള്ളങ്ങൾ പൊളിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ എങ്ങനെ തോൽപ്പിച്ചോ അതുപോലെ വീണ്ടും ഒരു വിശ്വവിജയം ഐക്യരാഷ്ട്രസഭാ തലത്തിൽ നേടണം. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്കുള്ള അംഗത്വവും ആ ഒരു ഊഴത്തിൽ കൂടി നേടിയെടുക്കണം. നമുക്കതിൽ കുറഞ്ഞൊന്നും ആശിക്കാനില്ല. അതാണ് നമ്മുടെ ആശ്വാസം.